महाभारतं महाभारतम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. ഗന്ധർവന്മാർ തന്നെ പിടിച്ചുകൊണ്ടുപോയതും അതിനേക്കാളേറെ അവസാനം പാണ്ഡവന്മാരുടെ സഹായത്താൽ താൻ രക്ഷിക്കപ്പെട്ടതും ഓർത്ത് ദുര്യോധനന് ഒട്ടും സഹിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ചു വരുന്ന വഴി ഹസ്തിനാപുരിയിൽ എത്തുന്നതിന് മുൻപേ വിജനമായ ഒരു സ്ഥലത്ത് ദുര്യോധനൻ കുറച്ചു നേരം വിശ്രമിക്കാൻ ഇരുന്നു. അതേസമയം കർണൻ ആ യുദ്ധമുഖത്ത് നിന്ന് പോരാടാൻ സാധിക്കാതെ തിരിച്ച് ഹസ്തിനാപുരിയിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ദുര്യോധനൻ തിരിച്ചു വന്നു എന്നറിഞ്ഞിട്ട് ഹസ്തിനാപുരിയിൽ നിന്ന് കർണൻ ദുര്യോധനനെ കാണാൻ ചെന്നു. കർണൻ കാര്യങ്ങളൊന്നും അറിയുന്നില്ല. കർണൻ വിചാരിച്ചത് ദുര്യോധനൻ തൻ്റെ പരാക്രമം കൊണ്ട് ആ ഗന്ധർവന്മാരെ തോൽപ്പിച്ചു, എന്നിട്ട് രക്ഷപ്പെട്ടു എന്നൊക്കെയാണ്. അത് മനസ്സിൽ വെച്ച് കർണൻ ചോദിക്കുകയാണ്, അഹോ, ഭാഗ്യം കൊണ്ട് നമ്മൾ വീണ്ടും കൂടിച്ചേർന്നുവല്ലോ. യഥേഷ്ടം രൂപം മാറുവാൻ കഴിയുന്ന ഗന്ധർവന്മാരെ ഭവാൻ ജയിച്ച് ഭവാനോടൊപ്പം വിജയശാലികളായ ഭവാന്റെ സോദരന്മാരെയും കാണുമാറായി. ഞാനാണെങ്കിൽ ഗന്ധർവന്മാരെല്ലാം എതിർത്ത് കയറുന്ന സമയത്ത് ഭയപ്പെട്ടോടിപ്പോകുന്ന സൈന്യത്തെ നിലക്കു നിർത്തുവാൻ ശക്തനായില്ല. അതുകൊണ്ട് അമ്പുകളേറ്റ് ദേഹം മുറിഞ്ഞ് ഏറ്റവും പീഡിതനായ ഞാൻ മടങ്ങിപ്പോരുകയാണ് ഉണ്ടായത്. എന്തായാലും അങ്ങ് കേടുകൂടാതെ മുറിവ് പറ്റാതെ സ്ത്രീകളോടും വാഹനങ്ങളോടും കൂടി ഇങ്ങ് തിരിച്ചു വന്നല്ലോ. ഇവിടെ കർണൻ കാര്യമറിയാതെ വളരെ അങ്ങ് പുകഴ്ത്തുകയാണ്. അങ്ങ് അമാനുഷമായ പോരാട്ടത്തിൽ ഗന്ധർവന്മാരെ ജയിച്ചുവല്ലോ. ഇതുപോലെ ഈ ഗന്ധർവന്മാരെ ജയിക്കാൻ ഈ ഭൂമിയിൽ മറ്റൊരാളെയും ഞാൻ കാണുന്നില്ല. ഭവാൻ സോദരന്മാരോടുകൂടി ഈ മഹായുദ്ധത്തിൽ ചെയ്ത പോലെയുള്ള മഹാകർമ്മത്തിന് ഈ ലോകത്തിൽ മറ്റാരും ശക്തനല്ല. ഇങ്ങനെയൊക്കെ കർണൻ പറഞ്ഞപ്പോൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി തൊണ്ടയിടറി ദുര്യോധനൻ കർണനോട് പറയുകയാണ്, ഹേ കർണ, ഭവാൻ കാര്യമറിയാതെയാണ് ഈ പറയുന്നത്. എനിക്കതിൽ വിഷമമില്ല. കാരണം അങ്ങ് കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങ് വിചാരിക്കുന്നു ഞാനാണ് ഗന്ധർവന്മാരെ ജയിച്ചത് എന്ന്. എന്നാൽ അത് ശരിയല്ല. എന്നോടൊപ്പം നിന്ന് എൻ്റെ സഹോദരന്മാർ വളരെ സമയം പൊരുതുകയുണ്ടായി. ആ പോരാട്ടത്തിൽ രണ്ട് കക്ഷിയിലും പെട്ട ഗന്ധർവന്മാരും മരിച്ചു, ഞങ്ങളുടെ ആളുകളും മരിച്ചു. അതേസമയം എനിക്കൊരു രക്ഷയും ഇല്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങളുടെ ഭൃത്യന്മാർ പാണ്ഡവന്മാരെ വിവരമറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ പാണ്ഡവന്മാരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. മാത്രമല്ല, ഇവിടെ അർജുനൻ പറഞ്ഞ ഒരു കാര്യം ദുര്യോധനൻ സങ്കടത്തോടു കൂടിയാണ് പറയുന്നതെങ്കിലും സത്യത്തിൽ ആ അർജുനന്റെ തൻ്റെ കുലത്തോടുള്ള ബഹുമാനം എത്രയുണ്ട് എന്ന് കാണിക്കുന്നതാണ്. ദുര്യോധനൻ അവിടെ നടന്ന സംഭവം പറയുന്നു. അർജുനൻ എന്നെ സഹായിക്കാൻ വന്നപ്പോൾ ചിത്രസേനനോട് ആണത്തത്തോടെ ഇപ്രകാരം പറഞ്ഞു, ഹേ ഗന്ധർവശ്രേഷ്ഠ, ഭവാൻ എൻ്റെ വീരന്മാരായ സഹോദരന്മാരെ വിട്ടയക്കണം. പാണ്ഡവന്മാർ ജീവിച്ചിരിക്കെ ഇവരെ അന്യരാരും ദ്രോഹിക്കുവാൻ സമ്മതിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ തമ്മിലെതിർക്കുമ്പോൾ ഞങ്ങൾ 5 പേർ, അവർ 100 പേർ. എന്നാൽ അന്യൻ വന്നാക്രമിക്കുമ്പോൾ ഞങ്ങൾ 105 പേരാണ്. എന്നാൽ അർജുനൻ ഇത്ര അഭിമാനത്തോടെ തൻ്റെ കുലത്തെ കുറിച്ച് പ്രശംസിച്ചപ്പോൾ ഞങ്ങൾ 5 പേരും അവർ 100 പേരും അന്യൻ ആക്രമിക്കുമ്പോൾ ഒറ്റക്കെട്ടാണ് എന്ന് പറഞ്ഞ് അഭിമാനിച്ചപ്പോൾ ചിത്രസേനൻ അർജുനനോട് ആ സത്യം പറഞ്ഞു. അർജുന, നിനക്കറിയാമോ ഇവരൊക്കെ എന്തിനാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നതെന്ന്? അങ്ങനെ ഇവിടെ ദുര്യോധനൻ പറയുകയാണ്, കർണ,
നാം ഇങ്ങോട്ട് പോരുമ്പോൾ ചെയ്ത ഗൂഢാലോചനകളെല്ലാം ആ ഗന്ധർവൻ പാണ്ഡവന്മാരെ അറിയിച്ചു. ഇതിൽ പരം ഒരു നാണക്കേട് വേറെ എന്താണുള്ളത്? ഞാൻ നാണം കൊണ്ട് ചൂളിപ്പോയി. ഭൂമിക്കുള്ളിലേക്ക് വല്ല പഴുതുമുണ്ടെങ്കിൽ താണുപോകുവാൻ തോന്നിപ്പോയി. അതുമാത്രമല്ല, പിന്നീട് ഗന്ധർവന്മാരും പാണ്ഡവന്മാരും ചേർന്ന് യുധിഷ്ഠിരന്റെ മുമ്പിൽ ഞങ്ങളെ ബന്ധിച്ച വർത്തമാനവും എന്നിട്ട് നാം ആസൂത്രണം ചെയ്ത പരിപാടി യുധിഷ്ഠിരനെയും അറിയിച്ചു. ഇങ്ങനെ യുധിഷ്ഠിരന് തിരുമുൽ കാഴ്ചവെച്ച ഒരു ദ്രവ്യമായി ഞാൻ ഭവിച്ചു. ഇതിൽ പരമൊരു ദുഃഖം എന്താണ് ഒരു പുരുഷന് സംഭവിക്കേണ്ടത്? എപ്പോഴും നമ്മൾ നിരാകരിച്ചും ശത്രുക്കളായും കരുതിയിരുന്നത് ആരെയാണോ അവരാൽ രക്ഷിക്കപ്പെടേണ്ട ഒരു ഗതികേട്, അവരാണ് എനിക്ക് ഈ ജീവനെ തിരികെ തന്നത്. ആ മഹായുദ്ധത്തിൽ ഞാൻ മരിച്ചിരുന്നെങ്കിൽ എനിക്ക് എത്ര ശ്രേയസ്സാകുമായിരുന്നു. ഇങ്ങനെ ഒരു അപമാനം കയ്യേറ്റ് ഞാൻ ഇനി എന്തിന് ജീവിക്കണം? ആ ഗന്ധർവന്മാർ എന്നെ കൊന്നിരുന്നെങ്കിൽ എനിക്ക് യശസ് പരക്കുമെന്ന് മാത്രമല്ല, ഇന്ദ്രപുരിയിൽ അക്ഷയമായ പുണ്യലോകം സിദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. എന്തായാലും കർണ, നീ കേട്ടുകൊള്ളൂ, ഞാൻ ഇവിടെ കിടന്ന് മരിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. പ്രായോപവേശം ചെയ്യുക, അതായത് പട്ടിണി കിടന്ന് മരിക്കുക. നിങ്ങൾ എല്ലാവരും നഗരത്തിലേക്ക് പോയിക്കൊള്ളുവിൻ. കർണൻ മുതലായ സുഹൃത്തുക്കളും എല്ലാ ബന്ധുജനങ്ങളും ഇവിടെ നിന്ന് പോകണം. ശത്രുക്കളാൽ അപമാനിതനായ ഞാൻ ഇനി ഹസ്തിനാപുരിയിലേക്ക് തിരിച്ചു വരികയില്ല. ഇത് തീർച്ചയാണ്. ഹസ്തിനാപുരിയിൽ ചെന്ന് രാജാവിന്റെ മുഖം ഞാൻ എങ്ങനെ കാണും? ഞാൻ എന്ത് പറയും അവരോട്? എനിക്ക് വയ്യ. എന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കരുത്. ഞാൻ തിരിച്ചു വരികയില്ല. ഇങ്ങനെ ദൃഢനിശ്ചയനായിട്ട് ദുര്യോധനൻ ദുശാസനനോട് പറഞ്ഞു, ദുശാസന, നീ എന്റെ വാക്ക് കേൾക്കുക. ഞാനിതാ നിന്നെ രാജാവാക്കി അഭിഷേകം ചെയ്യുന്നു. നീ പോയി കർണന്റെയും ശകുനിയുടെയും രക്ഷയിൽ രാജ്യം ഭരിച്ചുകൊള്ളുക. ഇനി എന്നെ അങ്ങോട്ടേക്ക് കാത്തു നിൽക്കേണ്ടതില്ല. ഞാൻ അങ്ങോട്ടേക്ക് വരികയില്ല. എന്നാൽ ദുശാസനൻ പറഞ്ഞു, ഞാൻ ഭവാനെ കൂടാതെ ഭൂമി പാലിക്കുക എന്നത് ഉണ്ടാവുകയില്ല. ഭവാൻ പ്രസാദിക്കണം. നമ്മുടെ കുലത്തിന് അങ്ങ് തന്നെ 100 വർഷം രാജാവായി ശോഭിക്കണം. ഇങ്ങനെ പറഞ്ഞ് അഭിമാനിയായ ദുശാസനൻ ഉറക്കെ കരഞ്ഞ് ജ്യേഷ്ഠന്റെ കാലു പിടിച്ചു കിടന്നു. ദുശാസനനും ദുര്യോധനനും ദുഃഖാർത്ഥരായി കിടക്കുന്നത് കണ്ട് കർണൻ അവരെ സാന്ത്വനിപ്പിക്കുകയാണ്. കർണൻ ചോദിക്കുന്നു, ഹേ മൂഢന്മാരെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്? ഇതെന്ത് വിഡ്ഢിത്തമാണ്? ദുഃഖിച്ചിരിക്കുന്നവന്റെ ദുഃഖം ഒരിക്കലും മറ്റൊരു ദുഃഖം കൊണ്ട് നീങ്ങുകയില്ല. ഇവിടെ കർണൻ പറയുന്ന വളരെ രസകരമായ ഒരു ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ, പാണ്ഡവന്മാർ അങ്ങയെ മോചിപ്പിച്ചതാണല്ലോ അങ്ങൊരു നാണക്കേടായി കാണുന്നത്. അതിലിപ്പോ എന്താണ് ഇത്ര നാണക്കേട്? ഇപ്പോൾ പാണ്ഡവന്മാർ അങ്ങയുടെ അധീനതയിൽ ജീവിക്കുന്ന വെറും പ്രജകളാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സ്വാമിക്കൊരു ബുദ്ധിമുട്ട്, പ്രശ്നം വന്നാൽ അതിൽ ഇടപെടുക എന്നത് പ്രജകളെന്ന നിലയിൽ അവരുടെ കർത്തവ്യമാണ്. അതേ അവർ ചെയ്തിട്ടുള്ളൂ. അതിനെന്തിനാണ് അങ്ങിങ്ങനെ വിഷമിക്കുന്നത്? അങ്ങനെ അവർ ചെയ്യാതിരുന്നാലാണ് പ്രശ്നം. കർണൻ പറഞ്ഞിട്ടും ദുര്യോധനൻ അനുസരിക്കുന്നില്ല. തന്റെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ ശകുനി ഉപദേശിക്കുകയാണ്. ശകുനി ചോദിക്കുന്നു, ഞാൻ ഇങ്ങനെ ചൂത് കളിച്ച് സമ്പാദിച്ചു തന്ന സമൃദ്ധമായ സമ്പത്തെല്ലാം നീ തള്ളിക്കളയുകയാണോ? ഇതിനു വേണ്ടിയാണോ നമ്മൾ അന്ന് ആ ചൂത് കളി ഏർപ്പാടാക്കിയത്? രാജാവായ ഭവാൻ അല്പബുദ്ധി കൊണ്ടാണ് പ്രാണനെ ഉപേക്ഷിക്കുവാൻ ഒരുങ്ങുന്നത്. എന്നിട്ട് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും പ്രയോജനകരമായ ഒരു ഉപദേശം ഇവിടെ പറയുന്നുണ്ട്. അപ്പപ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തെയും ഹർഷത്തെയും അടക്കാൻ സാധിക്കാതെ, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ശ്രീ നേടിയ ശേഷം നശിച്ചു പോകുന്നതാണ്. ആത്മനാശത്തെ പറ്റി ശങ്കാകുലനായ ഭീരുവും ദുഃഖപരിഹാരം കാണുവാൻ കഴിവില്ലാത്ത ക്ലീബനും വേണ്ട കാര്യം യഥാകാലം ചെയ്യാതെ നീട്ടിവെക്കുന്ന ദീർഘസൂത്രനും, അതായത് നാളെ നാളെ എന്നും പറഞ്ഞ് നിൽക്കുന്നവനും, സ്വകർമ്മത്തിൽ ശ്രദ്ധ ചെലുത്താത്ത പ്രമാദിയും വിഷയലംബടനും രാജത്വത്തിന് അർഹനല്ല. അപ്രകാരമുള്ള രാജാവിനെ ജനങ്ങൾ ബഹുമാനിക്കുകയില്ല. അതുകൊണ്ട് ജനങ്ങളെ ഭവാൻ വെറുപ്പിക്കരുത്.
ഇപ്പോൾ ലജ്ജിച്ചിരിക്കുകയാണല്ലോ, അതിലൊരർത്ഥവുമില്ല. നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പാണ്ഡവന്മാർ മഹത്തായ കർമ്മം അനുഷ്ഠിച്ചിരിക്കുന്നുവെന്നും അവരുടെ കരുണ കൊണ്ടാണ് ഭവാൻ ജീവിച്ചിരിക്കുന്നത് എന്നുമാണല്ലോ ഭവാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുക. അതിലിപ്പോൾ എന്താണ് ദുഃഖിക്കാൻ? അവർ സത്കർമ്മം ചെയ്തതിനാണോ ഭവാൻ ദുഃഖിക്കുന്നത്? നേരെ വിപരീതമായി അവർ ഭവാനോട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഭവാന്റെ സ്ഥിതി എന്താകും? അതുകൊണ്ട് പാർത്ഥന്മാർ നല്ല കർമ്മം ചെയ്തതിൽ നീ ദുഃഖിക്കേണ്ടതില്ല. നീ ദുഃഖത്തെ അടക്കുക. അവർ ചെയ്ത സത്കർമ്മത്തിന് അവരോട് സന്തോഷിക്കുകയും അവരെ വിളിച്ച് സത്കരിക്കുകയുമാണ് വേണ്ടത്, അല്ലാതെ ദുഃഖിക്കരുത്. ഇവിടെ ശകുനി വളരെ വിചിത്രമായ ഒരു ഉപദേശം കൊടുക്കുകയാണ്. അതായത് ഒരിക്കലും ശകുനിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത ഒരു ഉപദേശം. അതായത് നിന്നെ ഈ ഒരു ആപത്ഘട്ടത്തിൽ രക്ഷിച്ച ആ മഹാസത്കൃത്യം ചെയ്ത പാണ്ഡവന്മാരെ വിളിച്ചു വരുത്തി നന്ദിയോടെ അവർക്ക് രാജ്യം നൽകുക. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, അതിലൂടെ അങ്ങേക്ക് സത്കീർത്തി ഉണ്ടാകും. അങ്ങനെ ചെയ്താൽ ഭവാൻ കൃതജ്ഞനാണെന്നുള്ള പ്രസിദ്ധി പരക്കും. ഭാതൃസ്നേഹത്തോടുകൂടി ഭവാൻ പാണ്ഡവന്മാർക്ക് ഒരു നിലയുണ്ടാക്കി കൊടുക്കുക. അച്ഛന്റെ രാജ്യം അവർക്ക് നൽകുക. അങ്ങനെ ഭവാൻ സുഖമായി ജീവിക്കുക. ഇങ്ങനെയാണ് ശകുനി ഉപദേശിച്ചത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ദുര്യോധനൻ പറഞ്ഞു, ഇല്ല, ഞാൻ പ്രായോപവേശം ചെയ്യാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നെ അതിൽ നിന്ന് തടയരുത്. ഞാൻ പ്രായോപവേശം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ എല്ലാവരും പൊയ്ക്കൊള്ളുക. ഇങ്ങനെ മനസ്സുറപ്പോടെ ദുര്യോധനൻ ഗർഭപ്പുല്ല് വിരിച്ച് ആചമിച്ച് ശുചിയായി ജലസ്പർശം ചെയ്ത് കുശപ്പുല്ലും മരവുരിയും ധരിച്ച് സ്വർഗതിയെ കാമിച്ചുകൊണ്ട് മൗനിയായിട്ടിരുന്നു. സങ്കല്പം കൊണ്ട് തന്നെ ദഹിപ്പിക്കുവാൻ മനസ്സിന് സമീപത്തിൽ ചിതയുണ്ടാക്കി. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ആ കൗരവൻ ദുര്യോധനൻ മരണം പ്രതീക്ഷിച്ച് കിടന്നു. എന്നാൽ ഈ സമയത്ത് വളരെ വിചിത്രമായ ചില സംഭവങ്ങൾ അരങ്ങേറുകയാണ്. ദുര്യോധനന്റെ നിശ്ചയം അറിഞ്ഞപ്പോൾ ഉടനെ ദാനവന്മാർ, അസുരന്മാർ സ്വപക്ഷക്ഷയം, കാരണം ഈ അസുരന്മാരുടെ പക്ഷമാണ് ദുര്യോധനാദികൾ, ദേവന്മാരുടെ പക്ഷമാണ് പാണ്ഡവന്മാർ. അപ്പോൾ ശരിക്കും ഈ ഭൂമിയിൽ നടക്കുന്നത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരു മത്സരമാണ്. അപ്പോൾ ഈ അസുരന്മാർ തങ്ങളുടെ പക്ഷത്തിന് ക്ഷയം സംഭവിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഒരു യാഗം തുടങ്ങി. അവർ പണ്ട് ദേവന്മാരാൽ പരാജിതന്മാരായി പാതാളത്തിൽ അധിവസിക്കുന്ന രൗദ്രന്മാരാണ്. ഇങ്ങനെ അഥർവ വേദ ഉക്തമായ മന്ത്രക്രിയകൾ ചെയ്ത് ആ യാഗം ചെയ്തപ്പോൾ ആ യാഗത്തിൽ നിന്ന് മഹത്തായ പല അത്ഭുതങ്ങളും ഉളവായി. ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഒരു കൃത്യ ഉദ്ഭവിച്ചു, ഒരു ഭീകരമായ രൂപം ഉദ്ഭവിച്ചു. ആ കൃത്യ ദാനവന്മാരുടെ മുമ്പിൽ തൊഴുതു നിന്ന് താൻ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ദാനവന്മാർ പറഞ്ഞു, പ്രായോപവേശം ചെയ്യുന്ന ദുര്യോധനനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. കൃത്യ ഉടനെ തന്നെ എഴുന്നേറ്റ് ദുര്യോധനൻ കിടക്കുന്ന സ്ഥലത്തെത്തി. ഉടനെ തന്നെ അവൾ ആ രാജാവിനെ എടുത്ത് പാതാളത്തിലേക്ക് പോവുകയും ചെയ്തു. ദുര്യോധനൻ എത്തിയതറിഞ്ഞ് അവിടെ ആ രാത്രിയിൽ ഒത്തുകൂടിയ ദാനവന്മാരുടെ കണ്ണുകൾ സന്തോഷത്താൽ പ്രകാശിച്ചു. അവർ അഭിമാനത്തോടെ ദുര്യോധനനോട് സംസാരിച്ചു. ഹേ ദുര്യോധന, ഭവാൻ ശൂരന്മാരും മഹാന്മാരുമായ ശ്രേഷ്ഠന്മാരോട് ചേർന്നവനാണല്ലോ. അങ്ങനെയുള്ള ഭവാൻ എന്തിനാണ് പ്രായോപവേശത്തിന് തുനിയുന്നത്? അങ്ങയെക്കുറിച്ചുള്ള ഒരു രഹസ്യം കേൾക്കുക, ഞങ്ങൾ പറഞ്ഞു തരാം. അങ്ങയുടെ ശരീരം എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ഞങ്ങൾ പറയാം. അത് കേൾക്കുമ്പോൾ ഭവാന് ധൈര്യമുണ്ടാകും. പണ്ട് ഞങ്ങൾ തപസ്സുകൊണ്ട് മഹേശ്വരനിൽ നിന്ന് നേടിയവനാണ് ഭവാൻ. ഭവാന്റെ ദേഹത്തിൽ നാഭിക്ക് മീതെയുള്ള പൂർവഭാഗം വജ്രസഞ്ചയം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങയുടെ അധോഭാഗമാകട്ടെ അസ്ത്രശസ്ത്രങ്ങൾക്കെല്ലാം അഭേദ്യമായി പുഷ്പമയമായി സ്ത്രീജനങ്ങളുടെ ഹൃദയം ഹരിക്കുന്ന വിധത്തിൽ മഹാദേവി നിർമ്മിച്ചതാണ്. അങ്ങനെ മഹാദേവനും പാർവതിയും കൂടെ നിർമ്മിച്ചതാണ് അങ്ങയുടെ ഈ ദേഹം. ഭവാൻ മനുഷ്യനല്ല, ദിവ്യനാണ്. ഭഗദത്തൻ മുതലായ ക്ഷത്രിയന്മാർ ഭവാന്റെ ശത്രുക്കളെ നശിപ്പിക്കുന്നതാണ്. ഭവാന് ഭയം ഒരിക്കലും ഉണ്ടാവുകയില്ല.
ഭവാന്റെ സഹായത്തിന് വീരന്മാരായ ദാനവന്മാർ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്. വേറെ അസുരന്മാർ ചെന്ന് ഇപ്പോൾ പാണ്ഡവർക്ക് അനുകൂലരായി നിൽക്കുന്ന ഭീഷ്മർ, ദ്രോണൻ, കൃപൻ മുതലായവരെ ബാധിക്കുന്നതാണ്. അസുരാവേശത്താൽ അവർ ഭയം വിട്ട് ഭവാന്റെ ശത്രുക്കളായ പാണ്ഡവരോട് പോരാടും. അങ്ങനെ ഞങ്ങളുടെ ബാധ ഏൽക്കുമ്പോൾ ഇപ്പോൾ പാണ്ഡവന്മാരോട് അനുകൂല മനസ്ഥിതിയുള്ള ആ ഭീഷ്മാദികളുടെയും മനസ്സ് മാറും. അവർക്ക് പാണ്ഡവരോടുള്ള സ്നേഹം പോയി അവർ നിർദ്ദയന്മാരാകും. ഇനി പാണ്ഡവന്മാരിൽ ശ്രേഷ്ഠനായ അർജുനനെ സംബന്ധിച്ച് ഭവാന്റെ മനസ്സിൽ ഭയമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കണം. അർജുനനെ കൊല്ലുവാൻ ശരിയായ ഉപായം ഞങ്ങൾ നിർദ്ദേശിച്ചു വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ പണ്ടുകൊന്ന നരകാസുരന്റെ ആത്മാവ് കർണനിൽ പ്രവേശിച്ചു നിൽക്കുന്നുണ്ട്. പൂർവവൈരത്തെ സ്മരിച്ച് കർണരൂപിയായ നരകാസുരൻ കൃഷ്ണാർജുനന്മാരോട് എതിർക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കർണൻ അർജുനനെയും മറ്റെല്ലാ ശത്രുക്കളെയും ജയിക്കും. ആ അർജുനനെ രക്ഷിക്കുവാൻ ഇന്ദ്രൻ വന്ന് കർണന്റെ കവചകുണ്ടലം വഞ്ചനയാൽ അപഹരിക്കും. എന്നാലും പേടിക്കേണ്ടതില്ല, ഞങ്ങൾ അനേകായിരം ദൈത്യന്മാരെ അങ്ങേക്ക് അയച്ചു തരുന്നുണ്ട്. അവർ സംശപ്തകന്മാർ എന്ന പേരിൽ പ്രസിദ്ധരാകും. അവർ വീരനായ പാർത്ഥനെ കൊല്ലാതെ വിടുകയില്ല. അപ്പോൾ ശത്രുബാധയൊഴിഞ്ഞ് ഭൂമിയെ മുഴുവൻ ഭവാന് ഭരിക്കുവാൻ സാധിക്കുന്നതാണ്. അങ്ങൊരിക്കലും വിഷാദിക്കരുത്. അങ്ങേക്ക് യുക്തമല്ല ഈ വിഷാദം. സ്വന്തം ബുദ്ധിയെ വേറെ വഴിക്ക് തിരിക്കാതെ വീരനായ ഭവാൻ പോയാലും നീ നശിച്ചാൽ ഞങ്ങളുടെ ഭാഗവും നശിച്ചു പോകും. ഒരിക്കലും മനസ്സ് മാറരുത്. ദേവന്മാർക്ക് പാണ്ഡവന്മാർ എങ്ങനെയാണോ അവരുടെ പക്ഷക്കാരാകുന്നത്, അതുപോലെ അസുരന്മാരായ ഞങ്ങൾക്ക് ഭവാനാണ് ശരണം. ഇങ്ങനെ ആ അസുരന്മാർ പറഞ്ഞപ്പോൾ ദുര്യോധനന് ഒരു ഊർജം കിട്ടിയതുപോലെയായി. അങ്ങനെ ദുര്യോധനനെ നല്ലവണ്ണം ആശ്വസിപ്പിച്ചതിന് ശേഷം ജയാശംസ ചെയ്ത് പോകുവാൻ അനുവാദം നൽകി. ഉടനെ തന്നെ കൃത്യ ദുര്യോധനനെ എടുത്ത് അദ്ദേഹം പ്രായോപവേശത്തിനായി കിടന്നിരുന്ന സ്ഥലത്ത് ക്ഷണത്തിലെത്തി. അവൾ യഥോചിതം മാനിച്ച് രാജാവിന്റെ അനുമതി വാങ്ങി അന്തർധാനം ചെയ്തു. ദുര്യോധനന് ഇതൊക്കെ ഒരു സ്വപ്നം കണ്ടതുപോലെയാണ് തോന്നിയത്. എന്നാലും യുദ്ധത്തിൽ പാണ്ഡവന്മാരെ തനിക്ക് ജയിക്കുവാൻ കഴിയുമെന്ന വിചാരം ആ ധാർത്തരാഷ്ട്രനുണ്ടായി. ഇങ്ങനെ ശത്രുഘാതികളായ സംശപ്തകന്മാരും കർണനും പാർത്ഥനെ കൊല്ലുവാൻ ശക്തരാണെന്ന് ദുര്യോധനൻ നിശ്ചയിച്ചു. പാണ്ഡവന്മാരെ ജയിക്കുവാൻ തനിക്ക് കഴിയുമെന്നുള്ള ആശ ആ ദുർമതിയായ ദുര്യോധനിൽ വീണ്ടും ഉണ്ടായി. നരകാസുരന്റെ അന്തരാത്മാവ് കർണന്റെ മനസ്സിൽ ആവേശിച്ചതുകൊണ്ട് ആ വീരൻ അർജുനവധത്തെപ്പറ്റി ക്രൂരബുദ്ധിയായി ഭവിച്ചു. രാക്ഷസാവേശം മൂലം വീരന്മാരായ സംശപ്തകന്മാർ അർജുനവധത്തിൽ തന്നെ ദൃഢമായി ചിന്തിച്ചു. മാത്രമല്ല ദൈത്യന്മാർ ആവേശിച്ചതിനാൽ ഭീഷ്മർ, ദ്രോണൻ, കൃപർ എന്നിവർ പാണ്ഡവന്മാരിൽ പണ്ടത്തെ പോലെ സ്നേഹം കാണിക്കാതെയായി. എന്നാൽ തനിക്ക് ലഭിച്ച ദാനവ ദർശനം ദുര്യോധനൻ ആരെയും അറിയിച്ചില്ല. അങ്ങനെ ആ രാത്രി കഴിഞ്ഞപ്പോൾ കർണൻ ദുര്യോധനനെ വീണ്ടും തൊഴുത് സാന്ത്വനിപ്പിച്ചു. കർണൻ പറഞ്ഞു, ഹേ ദുര്യോധന, ജീവിച്ചിരിക്കുന്നവനെ ഭാവി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങേക്ക് ഇപ്പോൾ ഭയത്തിനോ മരണത്തിനോ ഉള്ള കാലമല്ല. കർണൻ പറഞ്ഞു, ഞാൻ ഇരിക്കുമ്പോൾ അങ്ങ് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? വീര്യം കൊണ്ട് ശത്രുക്കളെ തപിപ്പിച്ചിട്ടുള്ള ഭവാൻ മരിക്കാൻ ശ്രമിക്കുകയോ? അർജുനന്റെ പരാക്രമം കണ്ടിട്ട് ഭയം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഞാൻ ഭവാനോട് സത്യം ചെയ്യുന്നു, ഞാൻ അർജുനനെ യുദ്ധത്തിൽ കൊല്ലുന്നതാണെന്ന് ആയുധം തൊട്ട് സത്യം ചെയ്യുന്നു. 13-ാം ആണ്ട് കഴിഞ്ഞ് പാണ്ഡവന്മാർ തിരിച്ചു വരികയാണെങ്കിൽ അവരെ ഞാൻ ഭവാന്റെ കീഴിലാക്കി തരുന്നതാണെന്ന് ശപഥം ചെയ്തു കൊള്ളുന്നു. ഇങ്ങനെ കർണന്റെ പ്രതിജ്ഞ ദുര്യോധനനെ ധൈര്യപ്പെടുത്തി. അസുരന്മാരുടെ വാക്ക് അവന്റെ ഹൃദയത്തെ ദൃഢപ്പെടുത്തി. ദുശാസനൻ മുതലായവർ കാൽക്കൽ വീഴുകയാൽ ദുര്യോധനന് ഭ്രാതൃസ്നേഹം ഉപേക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദുര്യോധനൻ തന്റെ ശയ്യയിൽ നിന്നെഴുന്നേറ്റു. പ്രായോപവേശം ചെയ്യാൻ വേണ്ടി കിടന്നിടത്തു നിന്ന് എഴുന്നേറ്റു. അസുരന്മാരുടെ വാക്കുകൾ മനസ്സിൽ ഉറപ്പിച്ച് ആ ദുര്യോധനൻ യാത്രയ്ക്ക് സൈന്യത്തെ വിളിച്ചുകൂട്ടി. അഗ്നി പോലെ ജ്വലിക്കുന്ന ദുര്യോധനൻ
കർണനോടും ശകുനിയോടും ഒക്കെ കൂടി കുറച്ചു ദിവസം യാത്ര ചെയ്ത് ഹസ്തിനാപുരിയിൽ തിരിച്ചെത്തി. മഹാ